നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ആണ് നമുക്കിപ്പം ഇന്ന് അതിഥിയായി ഹെലോ മലയാളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ ചാണ്ടി ഉമ്മൻ, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ചാണ്ടി ഉമ്മൻ, ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വൈകാരികം അങ്ങയുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. കാരണം അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. അത്രമേൽ ഉമ്മൻചാണ്ടി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും അവസാന നാളുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ വലിയ ആധികളിൽ ഒന്നായിരുന്നു നിമിഷപ്രിയയുടെ വിഷയമെന്നും ഒക്കെ അങ്ങയുടെ വാക്കുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നമ്മളെ ഓരോരുത്തരെയും സങ്കടപ്പെടുന്ന ഒന്നായിരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിമിഷപ്രിയയുടെ ആ വിധി, വധശിക്ഷ നടപ്പാക്കാൻ 16-ലേക്ക് എത്താൻ ഒരാഴ്ചയുടെ മാത്രം അകലമേയുള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ ആ വധശിക്ഷ, ആ ഉത്തരവിൽ ഒപ്പുവച്ചു എന്നുള്ളത് മനുഷ്യസ്നേഹികളായ ഓരോ മലയാളിയെയും വേദനിപ്പിക്കുന്നതുമാണ്. ഇതിലിപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉറപ്പുകളോ എന്തെങ്കിലും എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ശ്രീ ചാണ്ടി ഉമ്മൻ? ഇന്നലെ അങ്ങ് അദ്ദേഹത്തെ കണ്ട് അപേക്ഷയൊക്കെ സമർപ്പിച്ചതാണല്ലോ. ഇന്നലെ ഈ വാർത്ത കേട്ടോണ്ടെന്ന് തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇതിൻ്റെ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലത്തോളം ഈ ഒരു കേസ് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷക്കാലത്തോളം ഇത് അവരുടെ വക്കീലുമായിട്ടും എംബസിയുടെ ഉദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് വാർത്ത പെട്ടെന്നൊരു എന്താ പറയുക, ഷോക്ക് പോലാണ് മെനഞ്ഞാന്ന് രാത്രി ഞങ്ങളെ തേടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ഗവർണറെ കണ്ടത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ ചിലരെ, കേരള ഗവൺമെൻറ്റിൻ്റെ ചിലരെ കാണണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ അത് നടന്നില്ല. അപ്പം എന്തായാലും ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം കുറേ പേരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുകൊണ്ട് ഞാനൊരു പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയുടെ പോസ്റ്റ് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, അവസാന നിമിഷം വരെ പരിശ്രമം നടത്താം എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ഒരു വിശ്വാസം. അതിനകത്ത് ഗവർണറിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ രാഷ്ട്ര നേതാക്കളുമായിട്ടും കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള പാത ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായൊക്കെ ബന്ധപ്പെടാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ അവരുടെ ലോയർ ആയിട്ടാണ് നേരിട്ട്, സാമുവലുമായിട്ടാണ് നേരിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ശ്രീ ടോമി മിഷേലുമായിട്ട് സംസാരിച്ചു. കുറച്ച് നാൾ മുമ്പ്, ഒരു 6 മാസം മുമ്പ് വീഡിയോ കോളിൽ അമ്മയായിട്ട് സംസാരിച്ചു. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന വിവിധ തലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മലയാളികളെ കൊണ്ടും ഒക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഫലം കണ്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ കുടുംബം എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ക്ഷമ നൽകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ അവിടെ ഈ യമനിലെ ഭരണ പ്രതിസന്ധി, അവിടെ ഒരു സർക്കാർ ഇല്ലാത്തത് ഒരു വലിയ കഷ്ടമാണ്. ഈ മീഡിയേഷൻ സാധ്യതകളെ പോലും ഒക്കെ തള്ളുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാധ്യതകളൊക്കെ അടയുന്നത് പോലും അവിടെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭരണ പ്രതിസന്ധിയൊക്കെ കാരണമാണ്. വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇടപെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ അമ്മ കഴിഞ്ഞ 1.5 വർഷമായിട്ട് യമനിലാണ്. അമ്മയുമായി പിന്നീട് സംസാരിക്കാനൊക്കെ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് കുടുംബത്തിൻ്റെ ഇപ്പോൾ അവസാനത്തെ ഒരു പ്രതീക്ഷ? ഈ തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മാപ്പ് അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ വക്കീലുമായി രാത്രി ലേറ്റ് നൈറ്റ് സംസാരിച്ചു. അദ്ദേഹം ഇപ്പം എയ്ഡനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാനും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രമം നടത്താം. അദ്ദേഹം കഴിഞ്ഞ 1 വർഷങ്ങളായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പല ആൾക്കാർ പല തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ലവരായ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും നല്ലവരായ എല്ലാവരുമുള്ള അഭ്യർത്ഥന ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പം ഈ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ഇറാൻ സർക്കാരിന് മേലൊക്കെ സമ്മർദ്ദം ചെലുത്തി ഈ വിഷയം അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് അല്ലേ? ഇതിനു മുമ്പ് സർക്കാർ വേണ്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാനിലെ പുറത്തും സമ്മർദ്ദം, ഇറാനിന് കുറച്ച് കൺട്രോളുള്ള ഒരു സ്ഥലമാണെന്നാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട്
അല്പം സംസാരം ഇൻ ടച്ച് ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ നമ്മൾ കൈവെടിയുന്നില്ല. ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. ശ്രീ ചാണ്ടിയുമ്മൻ, ഇപ്പോൾ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് അവസാന നാളുകളിലൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയോട് എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അന്നത്തെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ? എനിക്ക് വലിയൊരു ഇത് തോന്നിയാൽ ആലുവയിൽ അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് തോന്നുന്നു യൂസഫ് അലി വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതും ഈ ഒരു കാര്യമാണ്. അതായത് ഒക്ടോബർ 31 തോന്നുന്നു അദ്ദേഹത്തെ കാണുവാൻ യൂസഫ് അലി വന്നത് 2022. അത് കഴിഞ്ഞ് 23 നവംബർ അടുപ്പിച്ച്, അല്ലെങ്കിൽ ഫെബ്രുവരി 23 ഫെബ്രുവരി അടുപ്പിച്ച് അദ്ദേഹത്തെ കാണുവാൻ ശ്രീ വി മുരളീധരൻ നിംസിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോടും വളരെ സൗണ്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലും നിമിഷപ്രിയയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദിവസത്തിനോടനുബന്ധിച്ചും ഈ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഞങ്ങളെയൊക്കെ ഒരു എന്താ പറയുക ഒന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. സംസാരിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ തമ്മിലൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് അതല്ലേ അങ്ങനൊരു ചർച്ച നടക്കുന്ന ഒരു സാഹചര്യമല്ല. ഞങ്ങൾ തമ്മിൽ അന്നൊരു വളരെയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയില്ല. പക്ഷേ അദ്ദേഹം മറ്റൊരാൾ വന്നപ്പോൾ സംസാരിച്ച് കേട്ടതാണ് ഞങ്ങൾ. കാരണം അതിനെക്കുറിച്ചായിരുന്നു കൺസേൺ. അപ്പോൾ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ ആ ഒരു ദൗത്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും പൂർത്തിയാക്കണം എന്നുള്ളതാണ്. എൻ്റെ സഹോദരിമാരായിട്ടൊക്കെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഇത് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ വന്ന എല്ലാ വ്യക്തികളുമായിട്ടും അദ്ദേഹത്തെ കാണാൻ വന്നവരുമായിട്ടൊക്കെ നിമിഷപ്രിയയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കും. ശ്രീ ചാണ്ടിയുമ്മൻ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ച പോലെ അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ഘട്ടങ്ങളിലും ഇതുപോലെ ഈ വധശിക്ഷ ഉത്തരവുകളൊക്കെ വന്നു എന്ന വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിലിനിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താണ് ഒരു നടപടി മുന്നോട്ട് പോകാനുള്ളത്? നമുക്ക് പ്രതീക്ഷിക്കാനായി എന്താണുള്ളത് ശ്രീ ചാണ്ടിയുമ്മൻ? അത് അവരുടെ വക്കീൽ ഇന്ന് അവരെ കാണാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ചെല്ലുമ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഇനി അറിയിക്കുക. അദ്ദേഹത്തിൻ്റെ നിമിഷയുടെ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തുടർന്നും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന, നമുക്ക് ഈ പറഞ്ഞ പോലെ പരിമിതിയുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത്, വിവിധ രാജ്യങ്ങളിൽ, അത് US അടക്കം UK അടക്കം വിവിധ രാജ്യങ്ങളിൽ പവർഫുൾ പൊസിഷനിലുണ്ട്. പക്ഷേ US-ൻ്റെയും UK-യുടെയും ഭരണാധികാരികൾക്കൊന്നും ഇടപെടുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു രാജ്യത്തില്ല. അപ്പോൾ ഇടപെടാൻ സാധിക്കുന്നത് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്കാണ്. ആ ഗൾഫ് മേഖലയ്ക്കുള്ള രാജ്യങ്ങൾക്കുള്ളിൽ നിന്നും നമുക്ക് പരിമിതമായിട്ടുള്ള ഇടപെടലെ നടത്താൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ ഇറാനാണ് ഇവിടുമായിട്ടുള്ള യമന്റെ ചുമതലയുള്ള വിദേശകാര്യ വകുപ്പിലെ ഗൾഫ് ഡിവിഷൻ അഡീഷണൽ സെക്രട്ടറി അസിം ആർ മഹാജനുമായി നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഈ വിഷയം സംസാരിച്ചു എന്നാണ് പുതിയ വരുന്ന ഒരു അപ്ഡേറ്റ്. തീർച്ചയായിട്ടും ഗവർണറോട് പ്രത്യേകമായ നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ നടത്തി ഈ ഒരു കാര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ പ്രത്യേകമായ നന്ദിയാണ് പറയേണ്ടത്. കാരണം അദ്ദേഹം ഉയർന്ന് ആ ഒരു എന്താ പറയുക സ്ഥാനത്തിനൊത്ത് ഉയർന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ചാണ്ടിയുമ്മൻ. ഞങ്ങളൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഈ നിമിഷപ്രിയയുടെ വിഷയം അത് സങ്കടകരമാണ്. കാരണം ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ 16 എത്താൻ ഒരാഴ്ചയുടെ മാത്രം ദൂരമേ ഉള്ളൂ. അതിനിടയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തലാലിൻ്റെ ആ കുടുംബം നൽകുന്ന മാപ്പപേക്ഷ അതനുസരിച്ചായിരിക്കും ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരു ശുഭവാർത്ത തന്നെ നമ്മളെ തേടി എത്തും. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി
ഈ എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. കേരള സർക്കാർ ആണെങ്കിലും കേന്ദ്ര സർക്കാർ ആണെങ്കിലും ഒക്കെ ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരു ശുഭവാർത്ത തന്നെ മലയാളികളെ തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കാം.